ചെങ്കളെ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പൊ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നല്ലേ, അതായത് നമ്മുടെ സ്വന്തം കപ്പയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഒരു കപ്പയും ബീഫുമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിത് ബീഫൊക്കെ നല്ലപോലെ കഴുകി അതിലേക്ക് കുറച്ച് സവോളയും ഇഞ്ചിയും മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി എല്ലാം കൂടെ കൂട്ടി തിരുമ്മി നമുക്കൊന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. എന്റെ കുക്കർ അത്ര നല്ല കുക്കറൊന്നും അല്ല കേട്ടോ, കുറെ പഴയതാണ്. അപ്പൊ അത് കാരണം കൊണ്ട് കുറെ വിസിലടിക്കേണ്ടി വരും. ആ നേരം കൊണ്ട് നമുക്ക് കപ്പേനെ ഒന്ന് പൊളിച്ചെടുക്കാം. ഓക്കെ, കപ്പയും ബീഫും കപ്പ ബിരിയാണിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്കിന്നൊരു ഗസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഗസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. നല്ല കപ്പ കേട്ടോ, കയ്പൊന്നും ഇല്ലേ. നമ്മളെ കോട്ടയം സ്റ്റൈല് കപ്പ ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മുടെ ബീഫ് എളുപ്പത്തിൽ നിന്ന് വിസിലടിക്കാൻ തുടങ്ങുന്നതേ ഉള്ളേ. പിന്നെ കുറച്ച് ചേച്ചിമാരെ കമന്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഭയങ്കര പുട്ടി കിട്ടാൻ ഞാൻ നിൽക്കുന്നതെന്ന്. പിന്നെ പുട്ടിയൊക്കെ വിൽക്കാൻ വെച്ചേക്കുന്നത് ഇടാൻ വേണ്ടിയിട്ടല്ല ചേച്ചിമാരെ, എനിക്കിഷ്ടമാണ് മേക്കപ്പ് ഇടാനായിരിക്കും. ഞാൻ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ കുളിയും കഴിഞ്ഞ് അത്യാവശ്യം മേക്കപ്പ് ഒക്കെ ഇട്ട് നിൽക്കുന്ന ഒരാളാണ്. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ഇടണ്ട, എനിക്ക് താല്പര്യമുള്ളതുകൊണ്ട് ഞാൻ ഇടുന്നു. ഓക്കെ, പക്ഷെ എന്തുണ്ടാക്കിയാലും എന്താന്ന് പറഞ്ഞാലും കുറ്റം പറയാൻ വേണ്ടി എവിടെന്നെങ്കിലൊക്കെ വലിയ കയറി കുറെ എണ്ണങ്ങൾ വരുമെന്നേ. എത്ര നല്ലത് ചെയ്താലും ഉണ്ടാവും കുറ്റം. ഇനി ആരെയും പറഞ്ഞിട്ടൊരു കാര്യമില്ല. കപ്പയൊക്കെ കഴുകിയതാ, ഞാൻ കപ്പ അടുപ്പത്ത് വെക്കാൻ പോണേ. ഇതൊന്ന് വെന്താ മതി, ഒന്ന് വേവട്ടെ. ഓക്കെ, ബീഫ് ഞാനിതാ നിർത്തി കേട്ടോ. കുക്കറിൽ വിസിലൊക്കെ ഓഫ് ചെയ്ത് വെച്ചേ. അപ്പൊ കുറച്ച് നമുക്ക് വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയും കൂടെ കുറച്ച് പൊളിച്ചെടുക്കാം. ഞാൻ പൊളിച്ചെടുക്കും കേട്ടോ. അപ്പൊ പിന്നെ തിളച്ചിട്ടില്ല, അടുപ്പത്തിരിക്കണതേ ഉള്ളൂ. തീരെ കുഞ്ഞുള്ളിയായി ഇത്. കുഞ്ഞുള്ളി എന്ന് പറഞ്ഞാൽ ശരിക്കും ഇത് തന്നെയാണ് കുഞ്ഞുള്ളി. കുഞ്ഞുള്ളി തീരെ ചെറുതായി. നമ്മുടെ ബീഫൊക്കെ വെന്തുട്ടോ. നമ്മുടെ കപ്പ ഇതപ്പ വേവാറായിട്ടുണ്ട്. ഞാനിപ്പോ നമ്മുടെ മോളില് കുറച്ച് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി കുറച്ച് സവോള അരിഞ്ഞുകൊണ്ടിരിക്കുക. ഓരോരുത്തർ ഉണ്ടാക്കുന്ന രീതിയൊക്കെ ഓരോ സ്ഥലങ്ങളിലൊക്കെ വെറൈറ്റി ഒക്കെ ആയിരിക്കും. എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ എന്റെ രീതിക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ നിങ്ങളും ഉണ്ടാക്കാം. ഓക്കെ, എന്നെ ഈ അടുക്കളപ്പണിയൊന്നും ആരും പഠിപ്പിച്ചു തന്നൊന്നുമില്ല കേട്ടോ. ഒക്കെ ഞാൻ സ്വന്തമായിട്ട് തന്നെ പഠിച്ചേക്കുന്നതാണ്. കണ്ടും കേട്ടും ഒക്കെ പഠിച്ചേക്കുന്ന. അമ്മയൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ കണ്ടു. പിന്നെ എന്റെ അമ്മ എന്ന് പറഞ്ഞാല് അമ്മ ഈ പാലക്കാടുകാരി ആയതുകൊണ്ടേ പാലക്കാട് സ്റ്റൈലിലാണ് ഓരോന്ന് കുക്ക് ചെയ്യുന്നത്. അച്ഛൻ കോട്ടയം ആയതുകൊണ്ട് അച്ഛൻ കോട്ടയം സ്റ്റൈലും. ഞാൻ കൂടുതൽ പഠിച്ചേക്കുന്ന കോട്ടയം സ്റ്റൈലാണ്. അപ്പൊ നമ്മുടെ കപ്പയൊക്കെ വെന്ത് ഊറ്റി വെച്ചു. ഞാൻ അത് ചട്ടി അടുപ്പത്തേക്ക് വെച്ചു. നമുക്കിനി അതിന്റെ ഗ്രേവി ആക്കാം കേട്ടോ. ചട്ടി ചൂടായി. ഞാൻ നല്ല വെളിച്ചെണ്ണ, നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണേ. വെളിച്ചെണ്ണ ഞാൻ ഇച്ചിരി കൂടുതൽ ഒഴിക്കണ്ടേ. ഞാനേ കടുകിടാം, പക്ഷെ ഞാൻ കടുകൊന്നും ഇടുന്നില്ല. കടുകിട്ട് പൊട്ടിച്ച് ഇനി അത് പൊട്ടി അതെന്റെ മുഖത്തേക്ക് വീണിട്ട് എന്തിനാ വെറുതെ നമ്മളെ ഉള്ള ഭംഗി കളയുന്നു. ഒന്നാമതേ ഭംഗി ഇല്ല, തള്ളയായതൊക്കെ എല്ലാരും പറയുന്നുണ്ട്. ഇനി വെറുതെ ഞാൻ എന്തിനാ ഉള്ള മുഖത്തേയും കൂടെ കളയാൻ നിൽക്കുന്നു. ഉള്ളത് അങ്ങനെയൊക്കെ ഇരിക്കട്ടെ. അപ്പൊ എണ്ണ ചൂടായ സ്ഥിതിക്ക് നമ്മുടെ ചുമന്നുള്ളിയും വെളുത്തുള്ളിയും വേപ്പിലയും കൂടെ ചതച്ചതാണേ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ പറഞ്ഞത് ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണെന്ന്. എന്നെ കുറ്റം പറഞ്ഞുകൊണ്ട് വന്നേക്കല്ലോ. നിങ്ങൾക്കൊക്കെ എന്ത് ചെയ്താലും കുറ്റമല്ലേ, അത് പറഞ്ഞുകൊണ്ട്. ഇനി ഇവനൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ബാക്കി ഐറ്റംസ് ഒക്കെ ചേർക്കാം. ഉപ്പിട്ട് കൊടുക്കാം. കപ്പയ്ക്കകത്ത് അതിനകത്തൊക്കെ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്. നോക്കിയിട്ടൊക്കെ ഇടാവുള്ളൂ ഉപ്പ്. അപ്പൊ കൂടിപ്പോയിഞ്ഞാൽ പിന്നെ ഒന്നിനും കൊള്ളത്തില്ല.
അതുകൊണ്ട് കൂടാതെ നോക്കുക. ഈ ഒരു മണം ഉണ്ടല്ലോ, നല്ല അടിപൊളി മണമാണ്. ചുവന്നുള്ളിയും വെളുത്തുള്ളിയും മൂത്തു. നമ്മൾ അതിലേക്ക് നമ്മുടെ കുത്തിപ്പൊടി മുളകില്ലേ, അവനെ ഇവിടെ അത്യാവശ്യം നല്ല രീതിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടേ. അതുകൂടി ഒന്ന് നല്ലപോലെ മൂത്തിട്ട് നമുക്ക് പതിയെ ബാക്കി കലാപരിപാടികൾ തുടങ്ങാൻ പോവാടേ. ആരെങ്കിലും ഉണ്ടോ? നമ്മളെ കുത്തിപ്പൊടി മുളക് പൊടി ഇതാ മൂത്തിട്ടുണ്ടേ. നമുക്ക് തീ കുറയ്ക്കാം. തീ കുറച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ട സാധനങ്ങൾ, കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തതാണ്, കുറച്ച് നമ്മളെന്നാലും കുറച്ച് മഞ്ഞപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ നമ്മുടെ സ്വന്തം മല്ലിപ്പൊടി ലേശം മതി കേട്ടോ. പിന്നെ നമുക്ക് വേണ്ട നമ്മുടെ ഗരം മസാല. ഞാൻ ബീഫ് മസാല ഒന്നും ഇടുന്നില്ലേ, ഗരം മസാലയാണ് ഇടാൻ പോകുന്നത്. നല്ല മണം. എന്നിട്ട് ഇവനെ ഞങ്ങളുടെ ഇളക്കാം. ഞാൻ കുറെ നാളായി കപ്പയും ബീഫും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഉണ്ടാക്കില്ല, ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കല്. കപ്പ വേവിച്ച് ബീഫ് കറി, ചിക്കൻ കറി അങ്ങനെ ഉണ്ടാക്കലാണ് പതിവ്. ഒരുമിച്ച് ഉണ്ടാക്കല് കുറവാണ്. അപ്പൊ ഏകദേശം ഇത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫിനെ തട്ടാം. 1 കിലോ കപ്പയും 1 കിലോ ബീഫും ആണ് കേട്ടോ. കറിയായിട്ട് വെക്കാനാണെങ്കിൽ നമുക്കിത് ഇങ്ങനെ എടുത്ത് വാങ്ങി അങ്ങ് വെക്കാം. ബീഫ് കറി റെഡി. ഇത് അധികം വറ്റി പോകുമ്പോൾ നമുക്ക് നമ്മുടെ കപ്പക്കൂട്ടിനെ ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് വേവിച്ച് വെച്ച കപ്പ കേട്ടോ. ഇതിലൂടെ ഇട്ട് കൊടുത്താലോ. നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ പൊടിക്കേക്ക് ഇട്ട് ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ചെറിയൊരു ടിക്കുണ്ട്. ട്രിക്ക് നല്ല പച്ച വെളിച്ചെണ്ണ അതിന്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. തവണ ഒന്നുകൂടെ നമുക്ക് ഇളക്കാം. ആ ഒരു വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ഇങ്ങനെ നിൽക്കും. കണ്ടോ കളറൊക്കെ നോക്ക് നിങ്ങൾ. നമുക്കൊന്ന് ടേസ്റ്റ് നോക്കിയാലോ, ചൂടോടെ തന്നെ. ഞാൻ പറഞ്ഞില്ലേ ഗസ്റ്റ് വരുന്നുണ്ട്, അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണേ. അപ്പൊ അവർക്ക് കൊടുക്കാതെ ഞാൻ തന്നെ ടേസ്റ്റ് ഒക്കെ നോക്കുക. ഞാൻ ഉപ്പ് പോലും നോക്കിയില്ല എങ്ങനെയുണ്ടെന്ന്. എന്നിട്ട് നമ്മളിതാ അരിഞ്ഞു വെച്ചേക്കുന്ന നമ്മുടെ സവോള ഇല്ലേ, ഒരു കുറവും കാണിക്കണ്ട, നല്ലതാണ് സവോള. അങ്ങനെ വെതറിയിട്ട് കൊടുക്കുക. ആദ്യം ഉപ്പ് നോക്കട്ടെ. ഓക്കെ കറക്റ്റ്. എന്നെക്കൊണ്ട് ഞാൻ തോറ്റു. ഞാൻ ഉണ്ടാക്കൊണ്ട് പറയല, അടിപൊളി, സൂപ്പർ. ഞാൻ ഉള്ള കാര്യം ഉള്ളവർ പറയണ്ട, കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ലെന്നല്ല, പക്ഷെ നന്നായിട്ടുണ്ട്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കാം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ.